ഇത് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കേക്കിന്റെ റെസിപ്പിയാണ്. മുട്ടയോ ഓവനോ ബീറ്ററോ മൈദയോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പോളം പൊടിച്ച ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല, അതിൽ കുറച്ച് താഴെയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പ് മുഴുവനായിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തൈരിന് പകരം എന്താ ചേർക്കേണ്ടതെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം കേട്ടോ. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേക്കിൽ പാൽപ്പൊടി കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ലോ സ്പീഡിൽ മാത്രം കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ ആ ഒരു 1/2 കപ്പിൽ 1 ടേബിൾ സ്പൂണോളൊക്കെ പാല് മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവനായിട്ടും തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കുമ്പോൾ അടിഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഓരോ കുഴിയിലേക്കോ ആയിട്ട് ഓരോ ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ 1/4 ഭാഗത്തോളം ഞാൻ എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കുമ്പോഴേ രുചിയാണ്. ഇതിന് ബേക്ക് ചെയ്ത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പഴയ തവ ആദ്യം ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. തവ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഈ ഒരു പാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ മൂടി ഉപയോഗിച്ച് കവർ ചെയ്യുക. എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ ടിഷ്യൂ ഉപയോഗിച്ച് ആ ഒരു ഹോൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നോക്കൂ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിഭാഗം ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ തന്നെ മനസ്സിലാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന്. ഇതൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരിയോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് വേണമെങ്കിലും ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും പെർഫെക്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.